നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവും 50,000 രൂപ വീതം പിഴയും വിധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഗൂഢാലോചനയ്ക്ക് ഉൾപ്പെടെയാണ് തടവ് ശിക്ഷ വിധിച്ചത്. 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിൽ കേസിന്റെ സെൻസേഷണൽ സ്വഭാവം ബാധിച്ചിട്ടില്ലെന്ന് ജസ്റ്റിസ് ഹണി എം വർഗീസ്. കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിധി പ്രസ്താവത്തിന്റെ ഒരു പൂർണ്ണ രൂപം. രോഹിണി, ഈ ഓരോ കുറ്റത്തിനും ഓരോ ശിക്ഷ വീതമാണ് ഇന്ന് കോടതി വിധിച്ചിട്ടുള്ളത്. കൂട്ടബലാത്സംഗ കുറ്റം എല്ലാവർക്കും ചുമത്തപ്പെട്ടിരുന്നു. ആ കുറ്റം തെളിയിക്കുക കൂടി ചെയ്തിരുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികളായിട്ടുള്ള പൾസസുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, സജീഷ്, അതോടൊപ്പം തന്നെ വടിവാൾ സലീം, പ്രദീപ്, ഈ 6 പ്രതികൾക്കും കൂട്ടബലാത്സംഗ കുറ്റത്തിന് 20 വർഷം കഠിന തടവും 50,000 രൂപ വീതം പിഴയുമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം കഠിന തടവും 25,000 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. മറ്റ് അതായത് ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾക്കും അന്യായമായി തടങ്കൽ വയ്ക്കൽ എന്നീ കുറ്റങ്ങൾക്ക് 1 വർഷം വെറും തടവാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഈ IPC സെക്ഷൻ പ്രകാരം ഉള്ള കുറ്റങ്ങളായിരുന്നു ബാക്കിയുള്ള എല്ലാവർക്കും ചുമത്തപ്പെട്ടിരുന്നത്. പക്ഷേ IT ആക്ട് പ്രകാരം പൾസസുനിക്കെതിരെ 2 കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. അതായത് അശ്ലീല ചിത്രങ്ങൾ എടുക്കൽ, അത് പ്രചരിപ്പിക്കൽ, അത് സൂക്ഷിച്ചു വെക്കൽ. ഇതിന് 3 വർഷം കഠിന തടവാണ് പൾസസുനിക്ക് മാത്രം ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 25,000 രൂപ പിഴയും, പിഴ അടയ്ക്കാത്ത പക്ഷം 1 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ശിക്ഷകളെല്ലാം തന്നെ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. അതോടൊപ്പം തന്നെ വിചാരണ കാലയളവിലെ ജയിൽവാസം ഈ ശിക്ഷയിൽ നിന്ന് കുറയ്ക്കും, അതായത് ഇളവ് ചെയ്യുമെന്ന് കൂടി കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശിക്ഷയിന്മേലുള്ള വാദം ഇന്ന് രാവിലെ 11 മണി മുതൽ 1 മണി വരെയായിരുന്നു തുടർന്നിരുന്നത്. അതിനുശേഷം 4:30 കൂടിയാണ് ഈ വിധി പ്രസ്താവം നടന്നത്. വിധി പ്രസ്താവിക്കുന്ന സമയത്ത് കോടതി പറഞ്ഞത്, ഈ ഒരു കേസിനൊരു സെൻസേഷണൽ സ്വഭാവമുണ്ട്. ആ സെൻസേഷണൽ സ്വഭാവം ഒരു ഘട്ടത്തിലും ഇനി വിധിയെ ബാധിച്ചിട്ടില്ല. ഒരു വികാരത്തിനും അടിമപ്പെട്ടുകൊണ്ടോ പക്ഷപാതപരമായോ അല്ല ഈ വിധി പ്രസ്താവിക്കുന്നതെന്നാണ് ജഡ്ജി ഹണി എം വർഗീസ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പിഴത്തുകയിൽ നിന്ന് 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്നുള്ള നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. തൊണ്ട് മുതലായിട്ടുള്ള മൊബൈൽ ഫോണും പെൻഡ്രൈവും തിരികെ ഈ ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കണം, അത് അതീവ സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിക്കണമെന്നുള്ള നിർദ്ദേശവും കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ഇത്രയധികം പരമാവധി ശിക്ഷ തന്നെ വേണമെന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഒരു ആവശ്യം. പക്ഷേ ഈ പരമാവധി ശിക്ഷയിലേക്ക് കോടതി കടന്നില്ല. മറിച്ച് ഈ കൂട്ടബലാത്സംഗ കുറ്റത്തിനടക്കം ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷം കഠിന തടവാണ്. അത്തരം ശിക്ഷയാണ് എല്ലാ പ്രതികൾക്കും 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും നൽകിയിട്ടുള്ളത്. ഇവർക്ക് ഈ 20 വർഷം കഠിന തടവും ഈ 50,000 രൂപ പിഴയും ഇത്രയും കുറഞ്ഞ ശിക്ഷ കൊടുക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്, ഈ എല്ലാ പ്രതികളും 40 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. അത് മാത്രമല്ല, ഈ 6 പ്രതികൾക്കും മാനസാന്തരപ്പെടാനായിട്ടുള്ള സാധ്യതകൾ, കൂടാതെ ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. പൾസസുനിക്ക് മാത്രമാണ് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമുള്ളത്. ബാക്കി 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ഈ ഒരു ശിക്ഷാ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയിലേക്ക് കടക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. ഒപ്പം തന്നെ യാതൊരു തർക്കവുമില്ല, അതിജീവിതയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ഈ പ്രതികളുടെ പ്രവൃത്തി എന്നുള്ള കാര്യത്തിൽ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ നേരത്തെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഒരു വാദം എന്ന് പറയുന്നത് സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിലായിരിക്കണം ശിക്ഷ എന്നുള്ളതാണ്. ഈ ഒരു കുറ്റകൃത്യത്തിലൂടെ വലിയൊരു ആഘാതം സമൂഹത്തിനും അതോടൊപ്പം തന്നെ അതിജീവിതയ്ക്ക് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമോ സംശയമോ ഇല്ല എന്നുകൂടി ഈ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് കോടതിയുടെ ഭാഗത്തു നിന്നും നിരീക്ഷണമുണ്ടായി. അത്തരത്തിൽ എന്തുകൊണ്ടാണ് പരമാവധി ശിക്ഷ, പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട പരമാവധി ശിക്ഷയിലേക്ക് കടക്കാതിരുന്നത്, പകരം ഏറ്റവും കുറഞ്ഞ ശിക്ഷയിലേക്ക് കടന്നുള്ള കാര്യത്തിൽ കാര്യകാരണങ്ങൾ സഹിതം ബോധിപ്പിച്ചുകൊണ്ടാണ് ജഡ്ജി ഹണി എം വർഗീസ് വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്. പ്രതികളുടെ പ്രായം, അവരുടെ കുടുംബ പശ്ചാത്തലം, മാനസികമായിട്ടുള്ള അവരുടെ ഇനിയുള്ള റിഫോർമേഷൻ, അതായത് മാനസാന്തരപ്പെടാനായിട്ടുള്ള
അവരുടെ സാധ്യതകൾ ഇതും കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ നിർഭയ കേസിൽ മുകേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി, ആ കേസിന്റെ സൈറ്റേഷനിൽ അതിൽ സുപ്രീം കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ കൂടിയുണ്ട്. ആ നിരീക്ഷണങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ശിക്ഷാവിധി പ്രസ്താവിക്കുന്നതെന്നും കോടതി പറഞ്ഞു. ഇന്ന് ഈ ശിക്ഷയിന്മേലുള്ള വാദം നടന്ന വേളയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് പരമാവധി ശിക്ഷയാണെങ്കിൽ ഓരോ പ്രതികളും കോടതിയോട് ആവശ്യപ്പെട്ടത് തങ്ങളുടെ പ്രായവും, തങ്ങൾക്ക് മക്കളുണ്ട്, തങ്ങളുടെ കുടുംബ പശ്ചാത്തലം, അസുഖബാധിതരായിട്ടുള്ള മാതാപിതാക്കൾ, അതുകൊണ്ട് തങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബം ആയതുകൊണ്ട് ഈ ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ളതായിരുന്നു. പലരും പൊട്ടിക്കരഞ്ഞു, വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആവശ്യം കോടതിയുടെ മുന്നോട്ട് വെച്ചത്. എന്തായാലും പ്രോസിക്യൂഷൻ പറയുന്നത് പരിപൂർണമായിട്ടും തങ്ങൾക്ക് നീതി ലഭിച്ചില്ല, അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അപ്പീലിലേക്ക് കടക്കുമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. പക്ഷേ പ്രതിഭാഗം പറയുന്നത് ഈ കുറ്റവിമുക്തി നേടണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു കീഴ്ക്കോടതി വിധിക്കെതിരെ തങ്ങളും അപ്പീൽ പോകുമെന്നുള്ള ഒരു കാര്യം പ്രതിഭാഗവും പറയുന്നുണ്ട്. എന്തായാലും അതിജീവിതയെ ചേർത്ത് പിടിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ പ്രതികളുടെ പ്രായവും മറ്റു ഘടകങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വിധി പ്രസ്താവിക്കുന്നതെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതെ, രേഷ്മ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്തുകൊണ്ട് ജീവപര്യന്തം കൊടുത്തില്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് കോടതി അത് വ്യക്തമാക്കുന്നുണ്ട്. പരമാവധി ശിക്ഷ നൽകേണ്ട സാഹചര്യം ഇല്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് കോടതി എത്തുന്നത് പ്രതികളുടെ പ്രായവും കുടുംബ സാഹചര്യവും പരിഗണിച്ച് കൊണ്ട് തന്നെയാണ്. എന്തായാലും അത്തരം നിലപാടുകളിലേക്ക് കോടതി കടക്കുന്നതോടൊപ്പം തന്നെ അതിജീവിതയോടുകൂടി എങ്ങനെ ചേർന്ന് നിൽക്കണം എന്നുള്ളതും കോടതി പറയുന്നുണ്ട്. കാരണം ഇതൊരു സെൻസേഷണൽ കേസ് ആണെങ്കിൽ പോലും അതൊന്നും തന്നെ കോടതിയുടെ വിധിയെ ഇത് ബാധിച്ചിട്ടില്ല, സ്വാധീനിച്ചിട്ടില്ല. പകരം ഒരു സ്ത്രീയുടെ അന്തസ്സ് ഏത് രീതിയിൽ സംരക്ഷിക്കപ്പെടണം എന്നു മാത്രമാണ് വിധി പ്രസ്താവത്തിലൂടെ പ്രകടമാക്കുന്നത് പൊതുസമൂഹത്തിലേക്ക് എന്നുള്ളതും കോടതി പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ, ന്യായവൃത്തങ്ങൾ നൽകുന്ന, നിയമവൃത്തങ്ങൾ നൽകുന്ന ചില വിശദീകരണങ്ങൾ, ഇവയൊക്കെ കൂടി നമുക്കൊന്ന് താരതമ്യം ചെയ്യാമോ രേഷ്മ? അതെ രോഹിണി, അതായത് പ്രോസിക്യൂഷൻ സ്വാഭാവികമായിട്ടും ഈ കേസിൽ ശിക്ഷയിൽ വാദം നടന്ന വേളയിൽ ആവശ്യപ്പെട്ടത് പരമാവധി ശിക്ഷ, കൂട്ടബലാത്സംഗ കുറ്റത്തിന് സ്വാഭാവികമായിട്ടും ജീവപര്യന്തം തടവൊക്കെ തന്നെയാണ് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ ശിക്ഷ മാത്രമാണ് 20 വർഷം കഠിന തടവ് എന്നുള്ളതും പിഴത്തുകയും. പക്ഷേ കോടതി ഇന്ന് ഈ വാദം നടന്ന വേളയിൽ പറഞ്ഞ ചില സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ട്. ഒന്നാം പ്രതിയായിട്ടുള്ള പൾസസിനി മാത്രമാണ് നേരിട്ട് ഈ ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. പക്ഷേ ബാക്കിയുള്ള 2 മുതൽ 6 വരെയുള്ള പ്രതികളും അതിന് കൂട്ടുനിന്നു. അതായത് ഒരു ജോയിന്റ് പ്രിൻസിപ്പിൾ, ജോയിന്റ് ലയബിലിറ്റി എന്നുള്ള രീതിയിലേക്കാണ് കോടതി അതിനെ കണ്ടത്. അത് വാദവേളയിൽ കോടതി അത്തരമൊരു നിലപാടെടുക്കുകയും പ്രോസിക്യൂഷനോട് ഈ എല്ലാ പ്രതികൾക്കും 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കും ഒരേ രീതിയിൽ എങ്ങനെ ഈ ബലാത്സംഗ കുറ്റത്തിൽ ശിക്ഷ വിധിക്കുമെന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുക ചെയ്തു. പക്ഷേ പിന്നീട് വിധി പ്രസ്താവിക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയായിട്ടുള്ള 20 വർഷം എന്നുള്ളത് എല്ലാവർക്കും ബലാത്സംഗ കുറ്റത്തിന് ഒരേ രീതിയിൽ പ്രഖ്യാപിക്കുകയും ആ പിഴയും ഒരേ രീതിയിൽ തന്നെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. എന്തായാലും കോടതി പറഞ്ഞ ചില കാര്യങ്ങൾ ഏറെ പ്രസക്തമാണ്. കാരണം ഈ കുറ്റകൃത്യം അതീവ ഗുരുതര സ്വഭാവമുള്ളതാണ്. സമൂഹത്തെ മാത്രമല്ല ഒരു വ്യക്തിയെ, ഒരു അതിജീവിതയുടെ അന്തസ്സിനെ അടക്കം കളങ്കപ്പെടുത്തി, അതുകൂടാതെ തന്നെ ആ ഒരു വ്യക്തിക്കുണ്ടായ ആഘാതം, സമൂഹത്തിനുണ്ടായ ആഘാതം, ഇതും കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ 20 വർഷം കഠിന തടവ് എന്നുള്ളത് ബലാത്സംഗ കുറ്റത്തിന്. പിന്നീട് ബാക്കിയുള്ള 10 വർഷമൊക്കെ ഈ ഗൂഢാലോചനയ്ക്കും ഈ തട്ടിക്കൊണ്ട് പോകലിനും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. മറ്റൊന്ന്, ഈ പൾസസുനിക്ക് മാത്രമാണ് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമുള്ളത്. അതും കൂടി കണക്കിലെടുക്കണം. മണികണ്ഠന്റെ ഉൾപ്പെടെ അഭിഭാഷകർ പറഞ്ഞത് തങ്ങൾക്കൊരു പെറ്റി കേസ് പോലുമില്ല, പെട്ടുപോയതാണ്, അബദ്ധത്തിൽ ഈ ഒരു കുറ്റകൃത്യത്തിൽ പെട്ടുപോയി, അതുകൊണ്ട് തന്നെ ഇളവ് വേണമെന്നുള്ളതായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളും ഇവരുടെയൊക്കെ തന്നെ വയസ്സ്, പ്രായം, മാനസാന്തരപ്പെടാനായിട്ട് ഇനിയും സാഹചര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. അതും കൂടി ഒരു കോടതി എന്നുള്ള രീതിയിൽ, നീതിന്യായ വ്യവസ്ഥ എന്നുള്ള രീതിയിൽ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അതും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത്തരമൊരു ശിക്ഷാ വിധിയിലേക്ക് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള ഹണിയം വർഗീസ് കടന്നെത്തിയത്. മറ്റൊന്ന്, ഇതിൽ ഈ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട ആവശ്യം അത് കൃത്യമായിട്ട് അനുവദിച്ച് കിട്ടിയില്ല എന്നുള്ളതാണ്. അതായത് പരമാവധി ശിക്ഷയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പരമാവധി ശിക്ഷയിലേക്ക് എത്തണമെങ്കിൽ അത്ര കണ്ട കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി മാത്രമല്ല, ആ തെളിവുകൾ, ഒപ്പം തന്നെ ഈ പ്രതികളുടെ നിലവിലെ സാഹചര്യങ്ങൾ അടക്കം കൂടി നോക്കേണ്ടതുണ്ട്. സുപ്രീം കോടതി തന്നെ പല കേസുകളിലും, പ്രത്യേകിച്ച് ഈ നിർഭയ കേസിലടക്കം ഈ പ്രായത്തിന്റെ ഒക്കെ തന്നെ പക്വതക്കുറവിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് നിരീക്ഷിച്ചതാണ്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കീഴ്ക്കോടതി പരിഗണിച്ചു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റൊന്ന്,
സമൂഹത്തിന് വേണ്ടിയിട്ട് വിധി എഴുതുവാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് ഈ ശിക്ഷയിന്മേലുള്ള വാദം നടന്ന വേളയിൽ കോടതി സ്വീകരിച്ചത്. അതായത് പ്രോസിക്യൂഷൻ പറയുന്നത് സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിലുള്ള ഒരു ശിക്ഷയായിരിക്കണം കോടതി പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ള കാര്യം. പക്ഷേ ഈ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, സമൂഹത്തിന് വേണ്ടി എങ്ങനെ വിധി എഴുതാൻ സാധിക്കും? അതായത് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് നീതിന്യായ വ്യവസ്ഥയുടെ ആപ്തവാക്യം. അത് മാത്രമല്ല, സമൂഹത്തിന്റെ വികാരങ്ങൾ വ്യത്യസ്തമാകാം, സമൂഹത്തിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് വിധി എഴുതുക? അത് തന്നെയാണ് ഈ വിധി പ്രസ്താവം ആദ്യഘട്ടത്തിൽ വായിക്കുന്ന സമയത്ത് കോടതി പറഞ്ഞത്. വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടോ ഇതിന്റെ സെൻസേഷണൽ സ്വഭാവത്തെ പരിഗണിച്ചുകൊണ്ടോ ഒന്നുമല്ല ഈ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. എല്ലാ ഘടകങ്ങളും ഉരച്ചു നോക്കിയതിനു ശേഷം അതിന്റെ ഏറ്റവും ഒടുവിലെ അന്തിമ തീരുമാനത്തിലേക്കാണ് താൻ എത്തിയിരിക്കുന്നതെന്നാണ് ജഡ്ജി ഹണി എം വർഗീസ് പറഞ്ഞത്. എന്തായാലും ഈ പ്രോസിക്യൂഷന് ഈ വിധിയിന്മേൽ കടുത്ത അതൃപ്തിയുണ്ട്. അത് അവർ അപ്പീലിലൂടെ ഹൈക്കോടതിയിൽ വാദങ്ങളായിട്ട് മുന്നോട്ട് വെക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് നിലവിൽ പ്രതികൾക്ക് ലഭിച്ചിട്ടുള്ളത്. അവരുടെ പ്രായമടക്കം കണക്കിലെടുത്തും അവരുടെ ഈ കുറ്റകൃത്യത്തിലുള്ള പങ്കാളിത്തം മാത്രമല്ല, അവരുടെ കുടുംബ പശ്ചാത്തലം, പിന്നീടുള്ള റിഫോർമേഷൻ പ്രിൻസിപ്പിൾ, അതായത് മാനസാന്തരപ്പെടാനായിട്ടുള്ള സാഹചര്യങ്ങൾ അടക്കം കൂടി കോടതി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു വിധിയിലേക്ക് കടന്നെത്തിയത്. രോഹിണി. ശരി രേഷ്മ, നടിയെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവും 50,000 രൂപ വീതം പിഴയും വിധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഗൂഢാലോചനയ്ക്ക് ഉൾപ്പെടെയാണ് തടവ് ശിക്ഷ വിധിച്ചത്. 5 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിൽ കേസിന്റെ സെൻസേഷണൽ സ്വഭാവം ബാധിച്ചിട്ടില്ല എന്നും ജഡ്ജി ഹണി എം വർഗീസ് പറയുകയുണ്ടായി. രേഷ്മ ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.